ഇവിടെ ഒരു രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കണക്കുകൂട്ടലുകളുടെയോ വിചാരങ്ങളുടെയോ ഒന്നും പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ജമീഷെ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ, ഒരു കുടുംബത്തിന് ആ കുടുംബത്തിന്റെ നാഥൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിരിക്കുന്നു. അതിന് കാരണക്കാരായിട്ടുള്ള ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ഭരണകൂടം, അവരിൽ വിശ്വാസമർപ്പിച്ചു പോകുന്ന കുടുംബം, ഒരു സമയത്ത് ആ അവരോട് സർക്കാർ പറഞ്ഞിരുന്നതും സർക്കാർ പ്രതിനിധികൾ പറഞ്ഞിരുന്നതും മന്ത്രിമാർ പറഞ്ഞിരുന്നതും റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഉണ്ടല്ലോ. അപ്പൊ അവരോട് ആ കുടുംബത്തോട് സ്വാഭാവികമായും ഒരു നീതി ലഭിക്കും എന്ന് പറഞ്ഞത് നിഷേധിക്കുക മാത്രമല്ല, അവർക്ക് വിശ്വാസം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രതികളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻപിൽ ആ തരത്തിൽ ആരോപണം ഉയർന്നിട്ടുള്ള ആളുകൾ, അതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇവിടെ അന്വേഷണ സംഘമുണ്ട്. അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കാൻ DIGയും IG അടക്കമുള്ള ആളുകളുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ആരോപണ വിധേയരായിട്ടുള്ള, ഇതിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ്. അവർ എങ്ങനെ അവിടെ വന്നു, എങ്ങനെയാണ് അവർ ആ സ്ഥലത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായത്, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായത്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നമ്മുടെ സമൂഹത്തിന് മുൻപിൽ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കളക്ടറെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിന് മുൻപിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ധാരണ പിശകുണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ കുടുംബത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ മറ്റെല്ലാ വശവും മാറ്റിവെക്കുക. ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് ഇതിലൊരു CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അങ്ങ് എന്നോട് ചോദിച്ചത് CBI വന്നാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ കഴിയുമോ? അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. CBI അന്വേഷണത്തിന് ഏതെങ്കിലും തടസ്സം സ്വാഭാവികമായും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ ഒരു കാരണം, CBI അന്വേഷിക്കണമെങ്കിൽ രണ്ട് ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുക. ഒന്നുകിൽ സർക്കാർ തീരുമാനിച്ച അന്വേഷണം CBIക്ക് കൈമാറണം, അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് കേസ് ഡയറി പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി CBIക്ക് അന്വേഷണം കൈമാറാൻ ആവശ്യപ്പെടണം. ഈ രണ്ട് ഘട്ടവും നിലവിൽ തുറന്ന പുസ്തകം പോലെ സമൂഹത്തിന് മുൻപിൽ നിൽക്കുകയാണ്, സർക്കാരിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഇന്ന് ഈ കേസ് വരുന്നതിന് മുൻപ് തന്നെ, ഇന്നലെ ഈ ഹർജി ഫയൽ ചെയ്യപ്പെട്ട് അതിന്റെ കോപ്പി സർക്കാരിന് കിട്ടുന്ന സമയത്ത് തന്നെ സർക്കാർ എടുക്കേണ്ട നിലപാട് എന്തായിരുന്നു? ഞങ്ങൾ ഇത് അന്വേഷണം CBIക്ക് കൈമാറാൻ തയ്യാറാണ്, ഞങ്ങൾ ഈ അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറാൻ തയ്യാറാണ്. അതിന്റെ കാരണം, ഇതിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്, ഭരണരംഗത്തില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹം ഇരുന്നിരുന്ന പോസ്റ്റ് വെച്ച് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നിലവാരം വെച്ചിട്ട് അദ്ദേഹം ഒരു ADMന്റെ പോസ്റ്റിൽ ഇരുന്ന ആളാണെന്നുള്ളത് ആലോചിക്കണം. ഒരു മജിസ്ട്രേറ്റ് ലെവലിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്, ഒരു ജില്ലയുടെ ഏറ്റവും രണ്ടാമത്തെ ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച ഒരു സംശയം കുടുംബത്തിനുണ്ട്, സമൂഹത്തിനുണ്ട്. കുടുംബത്തിന് മാത്രമല്ല കേട്ടോ, ഈ സമൂഹത്തിന് മുഴുവൻ തന്നെ ആ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് ഈ പ്രതികളെ സംബന്ധിച്ച്. പ്രതികൾ ആരാണെന്നത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. അപ്പൊ അതിലൊരു സംശയമുള്ളപ്പോൾ അത് ദൂരീകരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഇന്നലെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു സർക്കാർ CBIക്ക് കൈമാറാൻ തയ്യാറാണെന്നുള്ളത്. നിർഭാഗ്യവശാൽ ആ സർക്കാർ എന്തെങ്കിലും പറയുന്നതിന് പകരം പാർട്ടി സെക്രട്ടറി പറയുന്നത് അതിന്റെ ആവശ്യമില്ല, കൂട്ടിലടച്ച തത്തയാണ്. ജമീഷെ, നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറഞ്ഞ കമന്റ് ആദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് വലിയൊരു അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2013 ജസ്റ്റിസ് RM ലോധയുടെ ബെഞ്ച് അങ്ങനെ ഒരു കമന്റ് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 2024 ഒരു തവണ കൂടി ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണ ഏജൻസി അത് കൂട്ടിലടച്ചാലും കൂട്ടിലടച്ചില്ലെങ്കിലും എന്താണെങ്കിലും തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് അതിൽ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ, ഇതിൽ ആ കുടുംബം വിക്ടിമാണ്, അങ്ങനെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ അവർ വിശ്വാസമില്ല എന്നൊരു അന്വേഷണ ഏജൻസിയെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വിശ്വാസമുള്ള ഏജൻസിയിൽ വെച്ചു കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ അവർക്ക് കൂടി വിശ്വാസമുള്ള തരത്തിൽ ഈ സർക്കാർ ഒരു അന്വേഷണ ഏജൻസിയെ വെക്കണം. ഇപ്പൊ നിലവിൽ IG റാങ്കിലുള്ള ആളുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. DIG ആണ് മേൽനോട്ടം വഹിക്കുന്ന മറ്റൊരാൾ. ആ തരത്തിലുള്ള SIT അവിടെ ഉണ്ട്. എന്നിട്ടും അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സംവിധാനത്തിന്റെ പ്രശ്നമല്ല. ഇതിൽ പ്രതികൾ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഒരു സെന്റൻസ് കൂടി ഞാൻ പൂർത്തിയാക്കാം.
ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം കേട്ടിട്ടുള്ളത് കള്ളമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സമൂഹത്തിനോട് പറഞ്ഞ ഇതില് ഒരു വ്യാജമായിട്ട് രേഖകൾ ഉണ്ടാക്കി ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ച, അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ച പ്രശാന്തൻ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തിനെതിരെ സർക്കാർ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്ത് പകൽ പോലെ ഇരിക്കെ, സർക്കാരിന്റെ മുന്നിൽ ഇരിക്കെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഒരു ക്രിമിനൽ കേസിൽ അന്വേഷണം നടക്കുമ്പോൾ അതിൽ പരമാവധി തെളിവുകൾ നശിച്ചു പോകട്ടെ, അന്വേഷണം നീണ്ടുപോകുന്ന അനുസരിച്ച് തെളിവുകൾ ഇല്ലാതെയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആശിക്കുന്ന ആളുകൾ ഇതിന് നേതൃത്വം കൊടുത്താൽ എങ്ങനെയാണ് ആ കുടുംബത്തിന് നീതി ലഭിക്കുക? അതുകൊണ്ട് ഇതിൽ CBI വരണം എന്നുള്ളത് ആ കുടുംബത്തിന്റെ ആവശ്യമാണ്, പൊതുസമൂഹത്തിന്റെ ആവശ്യം. ഇതിൽ സത്യം പുറത്തു വരണം, പ്രതികൾ പുറത്തു വരണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും തടസ്സം CBI വരുന്നതിനുണ്ടെങ്കിൽ അത് സർക്കാർ മാത്രമാണ് ആ തടസ്സം. സർക്കാരിന്റെ തടസ്സം നീങ്ങിയാൽ, സർക്കാർ തീരുമാനിച്ചാൽ അടുത്ത ദിവസം മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം ഏറ്റെടുക്കാം. അതിനൊരു ഓക്കെ. തടസ്സവും നിലവിലില്ല.